കേരളത്തിൽ എല്ലായിടത്തും പഞ്ചാംഗം ഏകീകൃതമാക്കണമെന്നും ജ്യോതിഷ തസ്തികകളിൽ പരിജ്ഞാനം ഇല്ലാത്തവരെ നിയമിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി കർക്കിടക വാവ് ബലിതർപ്പണത്തെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അപ്പോൾ അതിലൊരു പഞ്ചാംഗത്തിലൊരു ഏകീകരണം ഇല്ലാത്തതാണ് സംഭവിച്ചത്. പഞ്ചാംഗ ഏകീകരണം അപ്പം വടക്കനും തെക്കം വായിക്കുന്ന അതായത് ഈ വിഷയം ഗണിതത്തിൽ നമുക്ക് മുന്നിൽ പാഴ്ച വരും. അപ്പോൾ ആ പാഴ്ചകൾ ഏകീകരിക്കാൻ വേണ്ടി പണിക്കർ സർവീസ് സൊസൈറ്റി ഒരുപാട് തവണയായിട്ട് ഗുരുവായൂരിലേക്ക് ദേവസ്വം അറിയിച്ചതാണ്. അപ്പോൾ അതിനൊരു ഏകീകരണം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ PSC പരമായില്ല ഈ ജ്യോതിഷം ഈ താന്ത്രികം വേദം ഇങ്ങനെ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ലാത്ത കയറ്റി വരുമ്പോൾ ഉണ്ടാവുന്ന വിഷയം കൂടിയാണത്. ഈ വർഷത്തെ കർക്കിടക വാവ് ആചരിക്കേണ്ടതും ബലിതർപ്പണം നടത്തേണ്ടതും ഓഗസ്റ്റ് 3 തന്നെയാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റിയും ജ്യോതിഷ സഭയും വ്യക്തമാക്കി. കർക്കിടക വാവ് ഓഗസ്റ്റ് 4 ആണെന്നുള്ള തരത്തിൽ ചില പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളിലും രേഖപ്പെടുത്തിയത് ഭക്തരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് വിശദീകരിക്കുന്നതെന്നും കേരളത്തിലെ ആധികാരിക പഞ്ചാംഗങ്ങളിൽ കർക്കിടക വാവ് ഓഗസ്റ്റ് 3 തന്നെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കർക്കിടവാവ് 2 സമയത്താണ് കലണ്ടറുകളുള്ളത്. അത് ഇപ്രാവശ്യം വരുന്ന 4 നാഴിക വാവുണ്ടെങ്കിലാണ് ശാരദാനായകനെ ദാനം ചെയ്യുന്നത്. അത് ആഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് വരുന്നത്. 2-ാം തീയതി വൃദ്ധങ്ങളും 3-ാം തീയതി അതായത് ബലിതർപ്പണം. വാർത്താ സമ്മേളനത്തിൽ PSS സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ, ജ്യോതിഷ സഭാ ചെയർമാൻ MP വിജേഷ് പണിക്കർ, PSS വൈസ് ചെയർമാൻ ചെലവൂർ ഹരിദാസ പണിക്കർ, മൂലയിൽ മനോജ് പണിക്കർ, ജ്യോതിഷ സഭാ വൈസ് ചെയർമാൻ അനിൽ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.